കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. സി കൃഷ്ണൻകുട്ടി, ഈ ക്യൂബ അമേരിക്ക ഉപരോധത്തിനും അവർ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനുമൊക്കെ എത്രയോ കാലത്തെ 7 പതിറ്റാണ്ട് കാലത്തെ 67 വർഷത്തെ ചരിത്രമുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ ക്യൂബയിൽ ഭരണമാറ്റം വരുത്താൻ പോകുന്നുവെന്ന് പറയുകയാണ് ട്രംപ്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ എവിടുന്നാണ് റേഷൻ മേടിക്കേണ്ടതെന്ന് മറ്റൊരാൾ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഏതാണ്ട് അതേ അവസ്ഥയിലല്ലേ നമ്മളിപ്പം എത്ര ദിവസത്തേക്കാണ് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങേണ്ടതെന്നുള്ള ഉത്തരവൊക്കെ വാങ്ങി കഷത്തി വെച്ചിട്ട് നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നവർ മിണ്ടാതിരിക്കാന്ന് വെച്ചാല് ഓരോ ഇന്ത്യക്കാരനും, എനിക്കും താങ്കൾക്ക് ഉൾപ്പെടെയുള്ള ഓരോ ഇന്ത്യക്കാരനും അത് നാണക്കേടല്ലേ? നമുക്ക് ആത്മാഭിമാന ബോധം വേണ്ടേ? ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാന ബോധം വേണ്ടേ? നമ്മൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചതിന് ശേഷം നമ്മൾ സ്വയം പര്യാപ്തതയുള്ള അല്ലെങ്കിൽ സ്വയം ഭരണമുള്ള ഒരു പരമാധികാര റിപ്പബ്ലിക്കായ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ ഒരാൾ ഇങ്ങനെ റിമോട്ട് കൺട്രോളിൽ നയിക്കുക എന്ന് വെച്ചാല് ഈ 140 കോടി ജനങ്ങൾ എങ്ങനെ സഹിക്കും? അതിന്റെ ഉത്തരവല്ലേ ആദ്യം കിട്ടേണ്ടത്, പിന്നല്ലേ ക്യൂബയുടെ കാര്യം. ഇപ്പോ ട്രംപ് കാണിക്കുന്നതിനെല്ലാം മിണ്ടാതെ ഇരിക്കുന്നത് ഈ മോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരുടെ എന്തോ കാര്യമായ സംഗതി ട്രംപിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് ഇവരെയൊക്കെ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാവുന്ന അവസ്ഥ ഇന്ത്യയിലെ ഭരണാധികാരിയുടെ കയ്യിലുള്ള എന്തോ അവരുടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നോക്കൂ, ഖൊമേനിയുടെ മരണം, ആ മരിച്ച് അയാളുടെ സഞ്ചയനവും അടിയന്തരവും എല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മള് അനുശോചനം രേഖപ്പെടുത്തിയത്? നാണക്കേടല്ലേ അത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സംസ്കാരം കഴിഞ്ഞിട്ടില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ആ ദിവസം അതിന്റെ പിറ്റേ ദിവസമല്ലേ പറയുക അതിനെ പറ്റിയിട്ട്? ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ പറയുക? അങ്ങനെ എന്തുകൊണ്ടാ പറയേണ്ടി വന്നത്? നമുക്ക് ഇവിടെ വന്നിട്ടൊരു കപ്പൽ തിരിച്ചുപോയ വഴിക്ക് അതിനെ ആക്രമിക്കപ്പെട്ടു. അതിന് ഇന്ത്യക്ക് കൈയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആരോപണം വരാനുള്ള സാധ്യതയെ പറ്റി കണക്കാക്കിയപ്പോ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ പോയി അനുശോചനം രേഖപ്പെടുത്താൻ തോന്നിയത്. അതുപോലെയാണ് ഈ വിഷയങ്ങളെല്ലാം. ഇന്ത്യക്ക് മൊത്തം നാണക്കേടാ. ഈ പറഞ്ഞ പോലെ പണ്ട് ഇന്ത്യ ഇറാന്റെ ഒരു കപ്പൽ അടിച്ചിടാൻ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംശയത്തിന്റെ കാര്യം പോലും ഇല്ല. ഇന്ത്യയും ഇറാനുമായി അങ്ങനെ ഒരു സംശയത്തിന്റെ ഒരു